ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മോളിങ് വന്നേന്ന് പറഞ്ഞ് പ്രസന്നയുടെ കയ്യിലിരിക്കുന്ന കല്ലുമോളെ എടുക്കാനായി വരികയാണ് ചന്ദ്രമോഹൻ. പ്രസന്ന പറയുന്നു, കൊച്ചിനെ പേടിപ്പിക്കാതെ സാറേ. ചന്ദ്രമോഹൻ പറയുന്നു, ഞാൻ ആരെയും പേടിപ്പിക്കാനോ വഴക്കുണ്ടാക്കാനോ വന്നതല്ലോ. അപ്പോൾ പ്രസന്ന പറയുകയാണ്, എന്തിനാണെങ്കിലും ചേട്ടനുള്ളപ്പോൾ വന്നാ മതി, ഞങ്ങൾക്ക് തനിയെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കല്ലുമോള് കരയുമ്പോൾ അയ്യോ വേണ്ടാന്ന് പറഞ്ഞ് പ്രസന്ന കല്ലുമോളെയും കൊണ്ട് അകത്തേക്ക് പോകുകയാണ്. ചന്ദ്രമോഹൻ വിഷമത്തോടുകൂടി അവിടെ പോകുന്നു. തുടർന്ന് മീനാക്ഷിയുടെ അരികിലേക്ക് വരികയാണ് കല്ലുമോള്. ഓടിച്ചെന്ന് കല്ലുമോളെ എടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നു, എന്റെ മോള് പേടിക്കണ്ട കേട്ടോ, ആരും മോളെ കൊണ്ടുപോകില്ല, എന്റെ പൊന്നിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. തുടർന്ന് ടെൻഷനോടുകൂടി വീട്ടിലേക്ക് വരികയാണ് തുളസി. ഉമ്മറത്തിരിക്കുന്ന ചന്ദ്രമോഹനെ കണ്ട് ദേഷ്യത്തോടുകൂടി തുളസി ചോദിക്കുന്നു, സാർ എവിടെയായിരുന്നു ഇത്രയും കാലം? ഈ വഴിക്ക് കണ്ടിട്ട് നാള് കുറെ ആയല്ലോ. ചന്ദ്രമോഹൻ പറയുന്നു, ഇപ്പോഴാ വരാൻ പറ്റിയത്. ഞാൻ തടഞ്ഞുകൊണ്ട് തുളസി പറയുന്നു, വേണ്ട, ആദ്യം ഞാൻ സംസാരിക്കാം. ചന്ദ്രമോഹൻ സാറ് കൊച്ചിനെ കണ്ടായിരുന്നു? ചന്ദ്രമോഹൻ പറയുന്നു, കണ്ടു, മിടുക്കിയായിട്ടിരിക്കുന്നു. തുളസി പറയുന്നു, ഞങ്ങൾ അങ്ങനെയാ വളർത്തുന്നത്, ഇനി വളർത്താൻ പോകുന്നതും അങ്ങനെ തന്നെയാ. ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ തുളസി പറയുകയാണ്, വേണ്ട, താൻ എന്ത് പറയാനാ വന്നതെന്ന് എനിക്കറിയാം, ഇനി എന്ത് പറയാനാണ് താൻ തിരുവാ തുറക്കാൻ പോകുന്നതെന്നും എനിക്കറിയാം. ഞങ്ങളുടെ മാനക്കേടൊക്കെ പണ്ടേ തീർന്നു സാറേ. കല്ലുമോൾ ആരാണെന്ന് ഇപ്പൊ ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞിന് പോലും അറിയാം. എന്റെ മോള് പിഴച്ചവളല്ലാന്നും അറിയാം. ഇനി ഞങ്ങള് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞോളാം, അതുകൊണ്ട് താൻ ഒന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ വിധി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എത്ര വലിയവനും എത്ര ചെറിയവനും അതിനു മുന്നിൽ ഒരുപോലെയാണ്, ആരായാലും തോറ്റുപോകും. തുളസി പറയുന്നു, തോറ്റുപോയടത്തൊന്നും ജയിച്ചു കയറിയവരാണ് ഞാൻ, ഇനി താഴോട്ടൊരു ഇറക്കമില്ല. ചന്ദ്രമോഹൻ പറയുന്നു, 3 വർഷം മുമ്പ് ഞാൻ ചേട്ടനെ കാണുമ്പോൾ ചേട്ടൻ തോൽവിയുടെ പാതാളക്കുഴിയിലായിരുന്നു. അവിടെ നിന്ന് ചേട്ടൻ തനിയെ ജയിച്ചു കയറിയെന്നൊന്നും പറയല്ലേ. കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ കീടനാശിനി വാങ്ങാൻ പോലും പണമില്ലാതെ വലയുകയായിരുന്നു ചേട്ടനെന്ന്. തുളസി പറയുന്നു, അതും ഒരു വിധി. ചന്ദ്രമോഹൻ പറയുകയാണ്, അന്ന് ചേട്ടന്റെ മുന്നിൽ എന്നെ എത്തിച്ചതാരാ? വിധിയെന്നോ ഈശ്വരനെന്നോ ഒക്കെ പറയാവുന്ന ആ ശക്തി ചേട്ടനെയും കുടുംബത്തെയും കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. തുളസി പറയുന്നു, അതൊന്നും വെറുതെ അല്ലല്ലോ, ഞങ്ങളോട് തോന്നിയ സഹതാപം കൊണ്ടുമല്ല. ചന്ദ്രമോഹൻ പറയുന്നു, അല്ല, സമ്മതിച്ചു, പക്ഷേ ചേട്ടൻ ഒന്ന് മനസ്സിലാക്കണം, ഒരേ കൈകൊണ്ട് തന്നെ വിധി തല്ലുകയും തലോടുകയും ചെയ്യും. ചേട്ടന് കിട്ടിയത് തലോടല, മേനോൻ സാറിനും മേഡത്തിനും കിട്ടിയത് തിരിച്ചും. തുളസി പറയുന്നു, അതൊന്നും നമ്മൾ നോക്കിയാൽ തിരുത്താൻ പറ്റുന്നതല്ലോ. ചന്ദ്രമോഹൻ പറയുന്നു, അല്ലായിരിക്കും, പക്ഷേ അതിനോട് മല്ലടിക്കാൻ നോക്കരുത് തുളസി ചേട്ടാ. മീനാക്ഷിയുടെ കുഞ്ഞിനെ ലാളിച്ചു വളർത്താൻ ആഗ്രഹിച്ച മേഡം മരിച്ചു. കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശിയായ മേനോൻ സാറ് 3 വർഷത്തോളം കിടപ്പിലായി. തുളസി പറയുന്നു, അവകാശത്തിന്റെ കാര്യം സാർ ഇനിയും പറയണ്ട, കല്ലുമോളുടെ അവകാശി ഇപ്പം മീനാക്ഷി മാത്രമാ, പിന്നെ ഞങ്ങളും ഉണ്ട്, വേണമെങ്കിൽ ഈ നാട് മുഴുവനും ഉണ്ട്. ഒരു കൊച്ചിനെ വളർത്തിയെടുക്കാൻ ഇത്രയും പേര് ധാരാളമാ. ചന്ദ്രമോഹൻ പറയുന്നു, പക്ഷേ മറുവശത്ത് മറ്റൊരാളുണ്ട് ചേട്ടാ, അദ്ദേഹത്തിന് ഭാര്യയെ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, കുടുംബം ഇല്ലാതായി. അദ്ദേഹത്തിന് ഇനി ജീവിച്ചിരിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, തന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മകള്. തുളസി പറയുന്നു, മീനാക്ഷിയുടെ കാര്യവും അങ്ങനെ തന്നെയാ, അവളുടെ ചോരയും നീരും മൂറ്റിയെടുത്ത് വളർത്തിയ കുഞ്ഞാ, വിട്ടുകൊടുക്കാൻ അവൾക്ക് മനസ്സില്ല. ചന്ദ്രമോഹൻ ചോദിക്കുന്നു, എന്ന് വെച്ചാൽ കുഞ്ഞിനെ തരില്ലെന്ന് തന്നെയാണോ ചേട്ടൻ പറയുന്നത്? തുളസി പറയുകയാണ്, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും തനിക്കത് മനസ്സിലായില്ലേ? തരികേല എന്ന് പറഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, തരികേല, അത്ര തന്നെ. പുറത്തു നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് ഗോവിന്ദൻ. അരികിലേക്ക് വന്ന ഫിലോമിന ചോദിക്കുന്നു, എന്താ ഗോവിന്ദൻ ആശാനെ ഇവിടെ തർക്കം? ഗോവിന്ദൻ പറയുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങ് കയറി ഇടപെടാൻ പറ്റില്ലല്ലോ. കല്ലുമോളെ കൊണ്ടുപോകാൻ വന്നവരാണോ എന്ന് ഫിലോമിന ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, ഈ വണ്ടി അവരുടേത് തന്നെയാ, അന്ന് വന്നപ്പോൾ കണ്ടതെനിക്ക് ഓർമ്മയുണ്ട്. ഫിലോമിന ചോദിക്കുന്നു, അയാൾ ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നത് അതോ ആളെ കൂട്ടിയാണോ? ഗോവിന്ദൻ പറയുന്നു, ആളെ കൂട്ടി ഇവിടെ വന്ന് എന്തെങ്കിലും അഭ്യാസം കാണിക്കാൻ നോക്കിയാൽ അത് നടക്കുമോ? ഇവിടുത്തെ നാട്ടുകാർ പിന്നെ എന്തിനാ? ഫിലോമിന പറയുന്നു, വേണ്ടി വന്നാൽ ഗോവിന്ദനാശാൻ ഒറ്റയ്ക്ക് മതിയല്ലോ. ഗോവിന്ദൻ പറയുന്നു, ഞാൻ ഒരിടത്തും വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകില്ല ഫിലോമിനെ, ഇങ്ങോട്ട് വരുന്നവരുടെ അടുത്തും പറ്റുമെങ്കിൽ തൊഴുത് പിന്മാറണമെന്നാ ഞാൻ പഠിച്ചിരിക്കുന്നത്. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വന്നാലേ ഞാൻ ഈ കൈ നിവർക്കത്തുള്ളൂ. പറയുന്നത് എന്താണെന്ന് അങ്ങോട്ട് തിരിയുന്നില്ല. ചന്ദ്രമോഹൻ പറയുന്നു, മുമ്പ് ഞാൻ വന്നപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകാത്തതിലായിരുന്നു ചേട്ടന്റെ വിഷമം. തുളസി പറയുന്നു, അതെ, അന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു, നമ്മുടെ വ്യവസ്ഥയും കരാറും ഒക്കെ പൂർത്തിയാകുകയും ചെയ്യുമായിരുന്നു. ചന്ദ്രമോഹൻ പറയുന്നു, അത് കഴിഞ്ഞും ചേട്ടൻ എത്രയോ തവണ എന്നെ ഫോൺ വിളിച്ചു, പക്ഷേ മേനോൻ സാർ റിക്കവർ ആകാതെ എനിക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. അതിനുശേഷം ഞാൻ 2 വർഷം ഗൾഫിലായിരുന്നു. അങ്ങനെയാ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോയത്. തുളസി പറയുന്നു, എങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം, ഇനി എന്നെ വിളിക്കണ്ട, ഇങ്ങോട്ട് അന്വേഷിച്ച് വരികയും വേണ്ട. ചന്ദ്രമോഹൻ പറയുന്നു, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല ചേട്ടാ, ഞാൻ എന്റെ കൈകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് രൂപ ചേട്ടൻ എണ്ണി തന്നത്, അതുകൊണ്ട് ആ ഏർപ്പാട് പൂർത്തിയാക്കേണ്ട ചുമതലയും എനിക്കാണ്. തുളസി പറയുന്നു, തന്റെ പണം ഞാൻ അങ്ങ് തിരിച്ചു തരും, മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് മതിയോ? ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടൻ ഇപ്പൊ പണക്കാരനായി, പക്ഷേ അത് ലോട്ടറി അടിച്ചിട്ടൊന്നും അല്ലല്ലോ. ഞാൻ തന്ന പണം കൊണ്ട് സ്ഥലക്കച്ചവടം നടത്തി അതിരട്ടിയും 4 ഇരട്ടിയുമാക്കി വർദ്ധിപ്പിച്ചു കാണും, പക്ഷേ അതിന്റെ ഹുങ്ക് എന്നോട് കാണിക്കുന്നത് മര്യാദകേടാ. തുളസി പറയുന്നു, എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരല്ലേ. താൻ ആദ്യം പറഞ്ഞതെന്താ? പ്രസവിച്ച 3ാം പക്കം കുഞ്ഞിനെ കയ്യേറ്റോളാമെന്നല്ലേ, പിന്നത് 3 മാസം കഴിയട്ടെ എന്നായി, ഇപ്പതേ 3 വർഷം
വർഷമായി. ഇത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന നഴ്സറി ഒന്നുമല്ല. തനിക്ക് പ്രായവും തരവും വലുപ്പവും നോക്കി തിരഞ്ഞെടുക്കാൻ. ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. അപ്പോൾ തുളസി പറയുകയാണ്, ഇങ്ങനെ ഞാൻ പറയത്തുള്ളൂ. തന്റെ മേനോൻ സാർ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. വേറെ എവിടെയെങ്കിലും ഒരു വാടക ഗർഭപാത്രം കിട്ടുമോന്ന് നോക്ക്. ഒരു വർഷം കാത്തിരുന്നാ മതിയല്ലോ. ചന്ദ്രമോഹൻ ചോദിക്കുന്നു, മേനോൻ സാറിന് അതിന്റെ ആവശ്യം എന്താ ചേട്ടാ? അദ്ദേഹം മുടക്കിയ പണത്തിന് ഒരു വിലയില്ലേ? സത്യസന്ധമായി ബിസിനസ് ചെയ്തുണ്ടാക്കിയ പൈസയാണത്. ആ പണം വാങ്ങിച്ചവർക്ക് നേരും നെറിയുണ്ടെങ്കിൽ മേനോൻ സാറിന് കുഞ്ഞിനെ വിട്ടുകൊടുക്കണം. തുളസി പറയുന്നു, ഞാൻ ആരോടും ഒരു നെറുകേടും കാണിച്ചിട്ടില്ല. നിങ്ങളുടെ കാശ് തിരിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചന്ദ്രമോഹൻ പറയുന്നു, മേനോൻ സാറിന് പണം വേണ്ട. അത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപകടവും മരണവും ഒന്നും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ക്ഷണിച്ചു വരുത്തിയതല്ല. അതൊക്കെ ആർക്കും എപ്പോ വേണമെങ്കിലും വരാം. ചേട്ടന്റെ വീട് കത്തിപ്പോയതും മകൻ മരണപ്പെട്ടതും മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തിയ കാര്യങ്ങളായിരുന്നു. തുളസി പറയുന്നു, സാറ് കൂടുതൽ വർത്തമാനം പറയണ്ട. ഒന്നാമത് ഞാനിവിടെ നെഞ്ചു തകർന്ന് നിൽക്കുക. അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയും വിധിയുടെ കാര്യമാണെങ്കിൽ കല്ലുമോളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത് ഒരു വിധിയാണെന്ന് കരുതിക്കോ. അങ്ങനെ തുളസി ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ചന്ദ്രമോഹൻ. തുടർന്ന് അടുക്കളയിൽ നിന്ന് പൊട്ടിക്കരയുകയാണ് പ്രസന്ന. അവിടേക്ക് വന്ന ഫിലോമിന ഇത് കണ്ട് പ്രസന്നയോട് ചോദിക്കുന്നു, അയാള് കല്ലുമോളെ കൊണ്ടുപോകാൻ വന്നതാണോ? അതെന്ന് പ്രസന്ന പറയുമ്പോൾ ഫിലോമിന പറയുന്നു, അതിപ്പോൾ കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതം അല്ലെങ്കിൽ കൊടുക്കണ്ടെന്നേ. അവരെന്നോ ചെയ്യും? പിടിച്ചോണ്ടങ്ങ് പോകുമോ? തുളസി ചേട്ടൻ എന്നതാ പറയുന്നത്? കൊടുക്കണമെന്നാണോ? അത് പ്രസന്ന പറയുന്നു, മോളെ കൊടുക്കാൻ ഇവിടെ ആർക്കും മനസ്സില്ല ഫിലോമിനെ. കൊടുക്കാൻ ഞങ്ങൾക്ക് തോന്നുമോ? ഫിലോമിന പറയുന്നു, എങ്കിൽ പിന്നെ അയാളോട് പോയി പണി നോക്കാൻ പറ. അല്ല പിന്നെ. പ്രസന്ന പറയുന്നു, അങ്ങനെ കണ്ണു അടച്ചു പറയാൻ പറ്റില്ല. കുഞ്ഞിന്റെ മേലെ അവർക്കും അവകാശമുണ്ട്. ഫിലോമിന പറയുന്നു, പിന്നെ പെറ്റ തള്ളയ്ക്ക് ഉള്ളതിനേക്കാളുള്ള അവകാശം ഒരു കൊച്ചിന്റെ മേൽക്ക് മറ്റാർക്കാ ഉള്ളത്? അതെവിടുത്തെ ന്യായമാ? പ്രസന്ന പറയുന്നു, അവർക്ക് പറയാൻ അവരുടേതായ ന്യായമുണ്ട്. 3 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞിനെ അവർക്ക് കൈമാറാമെന്നായിരുന്നു വ്യവസ്ഥ. ഫിലോമിന ചോദിക്കുന്നു, ആ വ്യവസ്ഥ തെറ്റിച്ചത് അവര് തന്നെയല്ലേ? ചരിത്രമൊക്കെ നിങ്ങൾ എന്നോടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കരാറുണ്ടെങ്കിൽ അതിനൊരു കാലാവധിയും കാണും. അത് കഴിഞ്ഞാൽ പിന്നെ കരാറിന് പുല്ല് വിലയുള്ളൂ. എന്റെ അപ്പൻ വക്കീൽ ഗുമസ്തനല്ലായിരുന്നു. കുറച്ചു നിയമമൊക്കെ നമുക്കും അറിയാം. അതോ അവര് നമ്മുടെ കൊച്ചിനെ ബലമായിട്ട് അങ്ങ് കൊണ്ടുപോകുമോ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ. ഞങ്ങൾ ഇവിടെ നാട്ടുകാരൊക്കെ പിന്നെ എന്തിനാ? മീനുമോൾ എന്തിയെ? ഞാനൊന്ന് സംസാരിക്കട്ടെ. പ്രസന്ന പറയുന്നു, വേണ്ട, അവളോടിപ്പം ഒന്നും ചോദിക്കരുത്. അങ്ങനെ പ്രസന്ന പൊട്ടിക്കരയുമ്പോൾ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് ഫിലോമിന. തുടർന്ന് ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടൻ ഒപ്പുവെച്ച എഗ്രിമെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിന് ലീഗൽ വാലിഡിറ്റി ഉള്ളത് തന്നെയാ. നിങ്ങൾ അച്ഛനോ മകൾക്കോ അത് കണ്ണു അടച്ച് നിഷേധിക്കാൻ പറ്റില്ല. തുളസി പറയുന്നു, എങ്കിൽ താൻ അതുമായിട്ട് കോടതിയിലോട്ട് പോകും. നമുക്ക് അവിടെ വെച്ച് കാണാം. ചന്ദ്രമോഹൻ പറയുന്നു, ഇതിനാണ് നാടൻ ഭാഷയിൽ മുട്ടാപ്പോക്കെന്ന് പറയുന്നത്. നീതി നിയമവും സ്വന്തം ഭാഗത്തല്ലെന്നറിയാം. പക്ഷെ അതിനെതിരെ ഓരോ മുരട്ട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. തുളസി ചോദിക്കുന്നു, ഞാൻ പറഞ്ഞതിൽ എന്താ അന്യായമുള്ളത്? അതും കൂടി താനൊന്ന് പറ. 3 മാസം കുഞ്ഞിനെ വളർത്താമെന്ന് മീനാക്ഷി സമ്മതിച്ചത് തന്നെ എഗ്രിമെന്റിലുള്ളതല്ല. അതെന്റെ മോള് നിങ്ങളോട് കാണിച്ച ഒരു ഔദാര്യമാ. 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനെ പിരിയാൻ അവൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ചന്ദ്രമോഹൻ പറയുന്നു, അത് ചേട്ടനും മോളും കാണിച്ച വലിയ മനുഷ്യത്വം തന്നെയാ. സമ്മതിച്ചു. അതൊരിക്കൽ കൂടി കാണിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. തുളസി പറയുന്നു, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരുപാട് മനുഷ്യത്വം വാരി വലിച്ചു വെച്ചിരിക്കുകയല്ല. താൻ പറയുമ്പം വാരി വിതറാൻ. കല്ലുമോളെ ഞങ്ങൾ 3 വർഷം പൊന്നുപോലെ നോക്കി. താഴത്തും തലയിലും വെക്കാതെ ഓമനിച്ചു വളർത്തി. ഇപ്പം ഞങ്ങൾക്ക് അവളെയും അവൾക്ക് ഞങ്ങളെയും പിരിയാൻ പറ്റുകയില്ലെന്നേ. അങ്ങനെ തുളസി കണ്ണു നിറങ്ങിയിരിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു, എനിക്കത് മനസ്സിലാകുന്നുണ്ട് ചേട്ടാ. നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ തയ്യാറാണ്. 3 വർഷം കുഞ്ഞിനെ നല്ലപോലെ വളർത്തിയല്ലോ. അതിന് ചേട്ടൻ ചോദിക്കുന്ന പ്രതിഫലം ഞങ്ങൾ തരാം. എനിക്ക് മേനോൻ സാറുമായിട്ടൊന്ന് ആലോചിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് തുളസി ചോദിക്കുന്നു, എത്ര തരും നിങ്ങള്? 3 കോടി, 30 കോടി, 300 കോടി? ഞാൻ ചോദിക്കുന്നത് തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? തുളസി പറയുന്നു, ഞങ്ങളുടെ മനസ്സിൽ കല്യാണിമോൾക്കുള്ള വിലയാ ഞാൻ പറഞ്ഞത്. അത് എണ്ണാനും അളക്കാനും ഒന്നും പറ്റത്തില്ല സാറേ. അത്രയും തുകയൊന്നും തന്റെ മുതലാളി സമ്പാദിച്ചിട്ടുമില്ല. സാറ് നിന്ന് സമയം കളയണ്ട. രാപ്പകൽ ഇവിടെ നിന്ന് ന്യായം പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാകില്ല. ഇത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ചന്ദ്രമോഹൻ. തുടർന്ന് ഗോവിന്ദൻ അരികിലേക്ക് ഓടി വന്ന് സീത ചോദിക്കുന്നു, എന്താ ആശാനെ പ്രശ്നം? വഴക്ക് വല്ലതുമാണോ? ഗോവിന്ദൻ പറയുന്നു, വഴക്കാണോ എന്ന് ചോദിച്ചാൽ വാക്ക് തർക്കം, അത്രയുള്ളൂ. സീത പറയുന്നു, എല്ലാ വഴക്കും അങ്ങനെ തന്നെയാണല്ലോ തുടങ്ങുന്നത്. ഗോവിന്ദൻ പറയുന്നു, ചില തർക്കങ്ങൾ അടിപിടിയിൽ അവസാനിക്കും. ചിലത് ഭീഷണിയും വെല്ലുവിളിയും മുടക്കിയിട്ട് പിന്തിരിയും. വിവേകമുള്ളവർ തർക്കിച്ചാലും അതിനൊരു പരിഹാരം കണ്ടുപിടിക്കും. സീത പറയുന്നു, തുളസി ചേട്ടനെ നമുക്കറിയാം. പക്ഷേ ഈ വന്നിരിക്കുന്ന ആളോ? ഗോവിന്ദൻ പറയുന്നു, പഠിപ്പും വിവരം ഉള്ളവനാ. അതിനപ്പുറം അയാളുടെ സ്വഭാവത്തെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എങ്കിലും മറ്റൊരു നാട്ടിൽ ചെന്ന് വഴക്കും വയ്യാവേലിയും ഉണ്ടാക്കാതിരിക്കാനുള്ള വിവേകം അയാൾ കാണിക്കാതിരിക്കുമോ? അന്യദേശത്തോ അന്യഗ്രഹത്തിലോ ചെന്ന് കലഹം ഉണ്ടാക്കരുതെന്നാണ് പ്രമാണം. എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്നവന് തന്നെ നാശം വരുത്തി വെക്കും. സീത ചോദിക്കുന്നു, ഓ, അയാൾ ഈ പ്രമാണമൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യും? പുറത്തുനിന്ന് ഒരാൾ വന്ന് തുളസി ചേട്ടനെ ഭീഷണിപ്പെടുത്തുന്നത് നോക്കി നിൽക്കുകയാണോ വേണ്ടത്? ഗോവിന്ദൻ പറയുന്നു, അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ് സീതമ്മേ. നമുക്ക് അതിനിടയിൽ കയറി അഭിപ്രായം പറയാൻ പറ്റില്ല. പിന്നെ സംഗതി വല്ല കയ്യാങ്കളിയിലേക്ക് കടന്നാൽ നമുക്ക് ഇടപെടാം. സീത പറയുന്നു, എന്നോട് സുഗുണനാ പറഞ്ഞത്. കല്ലുമോളെ കൊണ്ടുപോകാൻ വന്ന
ആളും തുളസി ചേട്ടനും തമ്മിൽ ഭയങ്കര വഴക്കാണെന്ന്. അവൻ പേടിച്ചിട്ടാ ഇങ്ങോട്ട് വരാത്തത്. ഗോവിന്ദൻ പറയുന്നു അവനെ പോലുള്ളവർ വന്ന് ഇതിനിടയിൽ ഇടങ്ങോളിടാതിരുന്നാ മതി. നമ്മൾ ക്ഷമ കാണിക്കേണ്ടടുത്ത് ക്ഷമ കാണിക്കണം. സീത പറയുന്നു കല്ലുമോളെ കൊണ്ടുപോകാതിരുന്നാ മതിയായിരുന്നു. തുടർന്ന് കണ്ണു നിറഞ്ഞ് കല്ലുമോളെയും ചേർത്ത് പിടിച്ച് റൂമിൽ ഇരിക്കുകയാണ് മീനാക്ഷി. അരികിലേക്ക് വന്ന പ്രസന്ന മോളെ തലോടിക്കൊണ്ട് ചോദിക്കുന്നു, മോള് പേടിച്ചു പോയോ? പരിചയമില്ലാത്തവരുടെ അടുത്തേക്ക് നമ്മുടെ കൊച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു അത് പിള്ളേരെ പിടുത്തക്കാരാണെന്ന്. ചന്ദ്രമോഹൻ സാറിനെ കണ്ടപ്പോൾ മോൾ അക്കാര്യം ഓർത്തുപോയി കാണും. പാവം, നീ വിഷമിക്കുകയൊന്നും വേണ്ട. കല്ലുമോളെ തരികയില്ലെന്ന് അച്ഛൻ അങ്ങേരോട് തീർത്തും പറഞ്ഞു. ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് ചന്ദ്രമോഹൻ സാറിന് മനസ്സിലാക്കിയോളും. അപ്പൊ സ്ഥലം വിട്ടോളും. മോള് വിഷമിക്കാതെ. മീനാക്ഷി പറയുന്നു ഇല്ലമ്മേ, ചന്ദ്രമോഹൻ സാർ പോകില്ല. പ്രസന്ന ചോദിക്കുന്നു പോകാതെ പിന്നെ നമ്മൾ കൊച്ചിനെ കൊടുക്കുമോ? മീനു പറയുന്നു പോയാലും വീണ്ടും വരും. പ്രസന്ന ചോദിക്കുന്നു വന്നിട്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലായ പിന്നെ എന്തിനാ വരുന്നത്? മീനു പറയുന്നു അവർക്ക് അവകാശമുണ്ട്, അതാ പ്രശ്നം. പ്രസന്ന പറയുന്നു നിനക്കുള്ളതുപോലെ അത്രേ അവകാശം എന്തായാലും ഇല്ലല്ലോ. നീ കൊച്ചിനെ ഇങ്ങി തന്നെ. മോള് വാന്ന് പറഞ്ഞ് കല്ലുമോളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പ്രസന്ന. തുടർന്ന് ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടാ എനിക്ക് മീനാക്ഷി ഒന്ന് കാണണം. അവൾ തുളസി പറയുകയാണ് അതിന്റെ ആവശ്യമില്ല, എന്തിനാ അവളെ കാണുന്നത്? ചന്ദ്രമോഹൻ പറയുന്നു ഞാൻ വരുമ്പോഴൊക്കെ മീനാക്ഷിയും മോളെയും കാണാറുണ്ടല്ലോ. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മീനാക്ഷിയെ കാണുമായിരുന്നു. തുളസി പറയുന്നു അതൊക്കെ അവസാനിപ്പിച്ചേക്ക്, നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഇവിടം കൊണ്ട് തീരുവാ. ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടൻ മീനാക്ഷി ഒന്ന് വിളിക്ക്, എനിക്ക് മീനാക്ഷിയോടൊന്ന് സംസാരിക്കണം. തുളസി ചോദിക്കുന്നു അവളെ കണ്ട് കരഞ്ഞു കാല് പിടിച്ചാൽ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചോ? കിട്ടില്ലടോ. ഈ വീട്ടില് ഞാൻ പറയുന്നത് അവസാനത്തെ വാക്ക്. ചന്ദ്രമോഹൻ പറയുന്നു ആയിക്കോട്ടെ, എനിക്ക് മീനാക്ഷിയെ കണ്ടൊരു വാക്ക് സംസാരിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? തുളസി ഉറക്കെ വിളിക്കുന്നു മീനാക്ഷി മോളെ മീനു ഇങ്ങോട്ടൊന്ന് വന്നേ. താൻ ഓരോന്ന് പറഞ്ഞ് എന്റെ മോളെ ഇനിയും കരയിപ്പിക്കരുത്. കണ്ണു നിറഞ്ഞ മീനാക്ഷി അവിടേക്ക് വരുമ്പോൾ വിഷമത്തോടുകൂടി മീനാക്ഷി ഒന്ന് നോക്കിയിട്ട് ചന്ദ്രമോഹൻ പറയുന്നു മീനാക്ഷി ഞാൻ വന്നത്. മീനു പറയുന്നു സാർ പ്ലീസ് ഇപ്പൊ എന്നോടൊന്നും സംസാരിക്കരുത്, സാറ് പൊയ്ക്കോ. ചന്ദ്രമോഹൻ പറയുന്നു ഞാനൊന്ന് പറഞ്ഞോട്ടെ. കൈകൂപ്പി മീനു പറയുന്നു സാർ ദയവ് ചെയ്ത് ഇപ്പൊ എന്റെ തലയിലേക്കൊന്നും കേറില്ല. ചന്ദ്രമോഹൻ പറയുന്നു ഞാൻ പോയേക്കാം, പക്ഷേ ഞാൻ നീ എന്ന് വരണമെന്ന് കൂടി പറ. മീനു പറയുന്നു ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്, ഈശ്വരനെ ഓർത്ത്. അങ്ങനെ കരഞ്ഞുകൊണ്ട് മീനു അകത്തേക്ക് പോകുമ്പോൾ തുളസി പറയുന്നു കണ്ടില്ലേടോ എന്റെ മോൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. നേരിൽ കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായില്ലേ, ഇനി എന്തിനാ നിൽക്കുന്നത്? ചന്ദ്രമോഹൻ വിഷമത്തോടുകൂടി തുളസി ഒന്ന് നോക്കിയിട്ട് കാറിന്റെ അരികിലേക്ക് പോകുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.